സഞ്ചാരി സ്പീക്സ്, വെൽക്കം ബാക്ക് ടു മിസ് സഞ്ചാരി സ്പീക്സ്. എൻ്റെ മുഖത്തെ മ്ലാനത വേറൊന്നുമല്ല, വഴി ഞാൻ തെറ്റിച്ചുകൊണ്ട് 3 പ്രാവശ്യം ഒരു ഫ്ലൈ ഓവർ കയറി ഇറങ്ങേണ്ടി വന്നു. ഇപ്പം നമ്മൾ പോകുന്നത് പാറുവിൻ്റെ ബാച്ചിലറേറ്റ് പാർട്ടിയിലേക്കാണ്. പാറു ആരാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം. ബാച്ചിലറേറ്റ് പാർട്ടിയുടെ പ്ലാനിംഗ് ഒക്കെ ചെയ്തു, പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ലീവ് ഇല്ല, അതുകൊണ്ട് ഞാൻ വരത്തില്ലെന്ന്. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. അതുകൊണ്ട് എൻ്റെ സർപ്രൈസും ചെറുതായിട്ട് പാളി. നീ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും. ഞാൻ എണ്ണീറ്റ ഭയങ്കര ഹൈറ്റ് ആയിട്ട് നീ എണീക്കണ്ടാവും നല്ലത്. റെക്കോർഡ് ആവുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം ആവുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. ഇത്ര അടിപൊളിയായിട്ട് ഇത് പ്ലാൻ ചെയ്തും സെറ്റ് ചെയ്തതും ആരാ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഞാനല്ല, ഇത് ചെയ്തത് ദീപ്ഷികയും വിസ്മയും കൂടെയാണ്. ഇനി കഥയിലോട്ട് കടക്കാം. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പാർവതി എന്റെ കട്ട ചങ്കാണെന്ന്. പക്ഷെ ഇങ്ങനൊന്നും അല്ലായിരുന്നു തുടക്കം. പണ്ട് അങ്ങ് 7ാം ക്ലാസ്സിൽ, ഐ തിങ്ക് the year was 2012, സ്കൂൾ ജോയിൻ ചെയ്തപ്പോൾ മുതൽ എന്നെ ബുള്ളി ചെയ്ത ഒരാളാണ് എനിക്ക്. അന്നത്തെ ആ ബുള്ളി, അന്നത്തെ അതിന്റെ അഹങ്കാരവും ഒരെല്ലാം കൂടുതലുള്ളതിന്റെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പണ്ട് സ്കൂളിൽ ചെയ്തിരുന്ന കുരുത്തക്കേടുകളും കുസൃതികളും ഒക്കെ പറഞ്ഞങ്ങിരുന്നു. അത് ഞാൻ എല്ലായിടത്തും ഇവിടെ വിളമ്പുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് അവളുടെ ബാച്ചിലർ ആയതുകൊണ്ട് തന്നെ എനിക്കിത് പറഞ്ഞേ പറ്റൂ. She was a good person. She is a good person, sorry. അവളുടെ നോക്കി പഠിപ്പിക്കുന്നത്. എത്രയൊക്കെ തെണ്ടിത്തരം കയ്യിലുണ്ടെങ്കിലും സ്നേഹമുണ്ട്. നൈസ് പേഴ്സൺ ആണ്. അവളുടെ ആ ലോങ് ഹെയറും അവളുടെ ആ ബ്യൂട്ടിയും അവളുടെ ആ മനസ്സും അതൊക്കെ നമ്മൾ കാണാതെ പോകരുത് ഗൈസ്. നല്ല മനസ്സിനൊരു ഉടമയാണ് കിടന്നുറങ്ങുമ്പോൾ മാത്രം. അങ്ങനെ സ്കൂൾ മുതൽ ഇവളുടെ കൂടെയുള്ള ചെസ് നമ്പർ 1 ആയ എന്റെ സ്പീച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെസ് നമ്പർ 2 വേദിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാന് വരാന്തയിൽ ഇങ്ങനെ കോറിഡോറിൽ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ തെറ്റിത്തെറ്റി നടക്കുമായിരുന്നു. അല്ല തെറ്റിത്തെറ്റല്ല, തുടക്കം സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഡേ ഓഫ് കോളേജ്. അപ്പൊ ഇവള് ദത്തുനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് നടന്നു വരിക. അപ്പൊ എന്റെ കൂടെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, സഞ്ജന. അവളുടെ കാര്യം എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്നിട്ട് ഒരാള് ക്രോസ് ചെയ്ത് വന്ന് നേരെ ക്ലാസ്സിലോട്ട് പോകുന്നതിന്റെ അവിടെ അവൾ ആ കോറിഡോറിൽ നിന്നിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ആനപ്പാലയിൽ ഉണ്ടായിരുന്നു കുട്ടിയാണെന്ന് ചോദിച്ചു. അതല്ലോ അന്ന് തലയ്ക്കായതാ. ഇന്ന് വരെ ഇവിടെ നിൽക്കുന്നുണ്ട്. എപ്പോഴും വിചാരിക്കണ്ടോ ചോദിക്കണ്ടായിരുന്നു ഞാൻ. അതെനിക്കൊരു 1.5 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ നീ ഫസ്റ്റ് ബെഞ്ചേ ഇരിക്കാവൂ, പഠിച്ച് വലുതായിട്ട് മോളെ നിന്റെ ചെലവില് ജീവിക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കട്ടെ. എന്നിട്ട് എന്നെ കൊണ്ടുപോയില്ല. അടുത്ത ദിവസം സ്പോട്ടിൽ എന്നെ കൊണ്ട് ലാസ്റ്റ് ബെഞ്ച് ഇരുത്തി എന്നെ അന്ന് തുടങ്ങിയത് കഷ്ടകാലം. ആ ഫോറപ്പോൾ എന്റെ ദൈവമേ നമ്മുടെ കാഴ്പാതകൾ എത്ര നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. കല്യാണം കഴിക്കുന്ന മുമ്പ് എന്നെ വിളിച്ചപ്പോൾ അത് ഞാൻ ഫേസ് പാക്ക് ഇട്ടോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എന്നെ വിളിച്ചിട്ട് ദുബായ് തിരിച്ചു വെക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ നിന്റെ വീടും നീ ഇന്ത്യയും മഹാരാജ്യം തിരിച്ചു വെച്ചു. കല്യാണം വെക്കാൻ ഇതൊരു പ്രാങ്കാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ആ ഒരു സംശയമില്ല. ആ ചേട്ടന്റെ ഭാഗത്തേക്ക് അനുസരിച്ചിരിക്കണം. അവിടെ മറ്റേ കിരിക്കത്തിലെ ആ മറ്റേ പാവൽ കിടന്ന് കാണിച്ച പോലെ ദുബായ് മഹാരാജ്യം കാണിക്കുന്നു. ഡിക്ഷണറി ഇല്ലാത്ത കാര്യങ്ങളാണ് കൊച്ചു പറയുന്നത്. ചിലപ്പോ മണ്ടയ്ക്കൊക്കെ കയറിയിരിക്കും. ഇവിടെ വരുന്ന ഷെയ്ക്ക് രാജിവെച്ച് പോയെന്നാ ഞാൻ കേട്ടത്. അടുത്ത ന്യൂസ് ആയിരിക്കും ഓൾ ഇന്ത്യൻസ് ആർ പ്രൊഹിബിറ്റഡ് ഫ്രം കമ്മിങ് ടു ദുബായ്. കാരണം സ്കൂളും കഴിഞ്ഞു, കോളേജും കഴിഞ്ഞു. ഇനി ചെസ് നമ്പർ 3 ഓഫീസിലെ ഫ്രണ്ട് ദീപ്ഷിക. കൊറോണയ്ക്ക് ശേഷം ഞാൻ ഫൈനലി കല്യാണമൊക്കെ കഴിഞ്ഞ് ബ്രേക്ക് എടുത്ത് പിന്നെ ജോലിക്ക് കയറി. ഫസ്റ്റ് ജോലി, ഫസ്റ്റ് ഫ്രണ്ട്, തലവിധി. ഞങ്ങളുടെ ടീം ലീഡറായ ജിത്തു ചേട്ടൻ പറഞ്ഞായിരുന്നു ഒരു മലയാളി കൊച്ചും കൂടെ ഉണ്ട്. അങ്ങനെ ഞാൻ കിട്ടിയതായിരുന്നു ഈ സാധനത്തിന്. പിന്നെ ഇവളായ കാരണം
ഞങ്ങളുടെ ട്രെയിനിങ് പീരീഡ് മൊത്തം ഞങ്ങള് ബ്രേക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ ഇവളായിട്ട് ഞങ്ങൾ കുറെ പണിയും അപ്പൊ ജീവിതത്തിൽ സന്തോഷം പഠിച്ചിട്ടും ഇല്ല, ഓഫീസിൽ പണി എടുത്തിട്ടും ഇല്ല, അതല്ലേ ഉദ്ദേശിച്ച വിസ്മയ. എന്നിട്ട് ബ്രേക്ക് 1 2 അല്ല, ഒരു 3 ബ്രേക്ക് ഉണ്ട്. ഫസ്റ്റ് ബ്രേക്ക് ഇസ് ഓഫ് 15 മിനിറ്റ്സ്, ഞങ്ങൾ എടുക്കുന്നത് 1 മണിക്കൂർ. ഈ കോഫി പിന്നെ അങ്ങനെ അവിടെ എല്ലാം അലഞ്ഞ് നടന്ന് തിരിച്ചു വരും, തെറ്റി തിരിച്ചിട്ട്. പിന്നെ ഡിന്നർ ബ്രേക്ക് 1 hour ആണ്. അത് 1 hour കൂടി 2 2.5 3 മാനേജറിന്റെ കയ്യിലായിരുന്നു ട്രെയിനിങ് പീരീഡ് നല്ല സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഞാൻ ഇവളുടെ ടീമിലോട്ടല്ല, ഞങ്ങളുടെ ടീം മാറി. എനിക്ക് വളരെ നല്ല ഒരു ടീം മാനേജറെ കിട്ടി. അങ്ങനെ തെറി വിളിക്കാൻ വേണ്ടി ഞാൻ ഇവളെ കൂട്ടുപിടിക്കുമായിരുന്നു. ആ മാനേജറെ കിട്ടിയിട്ട് കുറെ പണിയായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് തെറി വിളിയായിരുന്നു. ആഫ്റ്റർ ദാറ്റ് പിന്നെ ഞങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം കിട്ടി. ഞങ്ങളുടെ പണിയുള്ളായിരുന്നു സ്റ്റുഡിയോ വീഡിയോ കോൾ ഹോൾ നൈറ്റ് വിതൗട്ട് വർക്കിംഗ്. ഒരു 2 മാസം മുമ്പ് ഒരാൾ പറഞ്ഞു പിന്നെ ഒരു വീക്ക് മുമ്പേ ബാച്ചിലറേറ്റിന്റെ ഷോപ്പിംഗ് ആയിട്ട് ഇറങ്ങിയപ്പോൾ പുള്ളിക്കാരത്തി ഫൈനലി ഇച്ചിരി ബുദ്ധി വെച്ചെങ്ങനെയോ ഈ ചേച്ചിയാണല്ലോ സൗഭാഗ്യവതി ബാബ. അന്ന് ഞാൻ സ്കൂളിൽ കണ്ട പാർവതി കൃഷ്ണനും പിന്നെ വിസ്മയ കോളേജിൽ കണ്ട പാറൂസും അതിനുശേഷം ദീപ്ഷിക ഓഫീസിൽ കണ്ട പാറുവും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് ഇന്ന് മനസ്സിലായി. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ അവൾക്ക് ബുദ്ധി വെച്ചിട്ടില്ല എന്നാണ്. അവൾ ഈ കല്യാണക്കാര്യം പറഞ്ഞതുപോലും വല്ല പ്രാങ്ക് ആണെന്നാണ് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. ആക്രാന്തം കൊണ്ട് അവൾ മേടിച്ച ഐസ് ടീ കുടിച്ചിന്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ മുമ്പേ കണ്ടത്. പിന്നെ ദീപ്ഷിക ഒരു അടിപൊളി പീച്ച് ഐസ് ടീ ഓർഡർ ചെയ്തു. അത് പിന്നെ അവൾ അങ്ങ് കയ്യോടെ കൊണ്ടുപോയി. അപ്പോഴേ പറഞ്ഞായിരുന്നു വേണ്ടാന്ന്, പക്ഷെ എവിടെ കേൾക്കാൻ. കാലം മാറുന്നു. സ്കൂളിൽ തുടങ്ങിയ സൗഹൃദവും കോളേജിൽ ചേർന്ന ഓർമ്മകളും പിന്നെ ഓഫീസിൽ പങ്കിട്ട കുറേ ഗോസിപ്പുകളും ഇതെല്ലാം ഇനി ഇവളുടെ വിവാഹ ജീവിതത്തിന്റെ ഭാഗമാകുന്നു. അതായത് പറു, നീ അങ്ങ് കെട്ടി ദുബായിലോട്ട് പോയാലും അവിടുത്തെ ഗോസിപ്സ് ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാറ്റിൽ തരാൻ മറക്കണ്ട എന്നാണ് ഉദ്ദേശിച്ചത്. പാറുന്റെ ലൈഫിലെ പുതിയ ചാപ്റ്ററിന്റെ പ്രീ സെലിബ്രേഷൻ ആയിരുന്നു ഈ ബാച്ചിലറേറ്റ് പാർട്ടി. ഈ പാർട്ടി ഞങ്ങൾ വെറുതെ അല്ല അവസാനിപ്പിച്ചത്, എല്ലാവരുടെ കൂടിയിരുന്ന് ശ്രീനാഥേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അപ്പൊ ശരി, ഇനി ഗുരുവായൂർ അമ്പല നടയിൽ കാണാം. ടാറ്റാ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.